الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين بسم الله الرحمن الرحيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين ആദരണീയരായ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരെ സത്യവിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുന്നത് ഏറ്റവും കൂടുതലായി ഭൗതിക സുഖാസ്വാദനങ്ങളോടുള്ള അമിതമായ താല്പര്യമാണ് എന്ന് സൂറത്ത് ഇബ്രാഹിമിലെ 3-4 ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ഖുത്ബകൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. രണ്ടാമതായി, മനുഷ്യരെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ നിന്ന്, ആരാധനകളിൽ നിന്ന് തെറ്റിക്കുന്നത് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളാണ്. അള്ളാഹു എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, കാരുണ്യവാൻ. എന്നിട്ടും ഞാനെന്തുകൊണ്ട് ഇത്തരത്തിലൊക്കെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നു? ഞാൻ 5 വക്ത് നമസ്കരിച്ചു, ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പരമാവധി പരിശ്രമിച്ചു, എനിക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടണമെന്ന്. എന്നിട്ടും എനിക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടിയില്ല. അള്ളാഹു എന്താ പൊട്ടനാണോ? നഊദു ബില്ലാഹ്. ചില മക്കള് രക്ഷിതാക്കളോട് ചോദിക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, മനുഷ്യ ജീവിതം സംവിധാനിച്ചത് അള്ളാഹു ആണ് എന്ന ബോധം, മനുഷ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിലുള്ള യുക്തിയെ കുറിച്ചുമുള്ള അറിവില്ലായ്മ, ഇതാണ് ഇത്തരം ചിന്തകൾക്ക് കാരണമായിട്ടുള്ളത്. നമുക്കറിയാം, ലോകത്ത് പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ടത് അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹുമായി നേർക്കുനേരെ ബന്ധമുള്ളവരാണ്. മെസ്സേജുകൾ, സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യുന്ന പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കും. അള്ളാഹുമായി നേർക്കുനേരെ ബന്ധമുള്ളവരാണ്. അവരാണ് ഭൗതിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തരികയും ചെയ്തു.
ഇന്ന അശദ്ദന്നാസി ബലാഅൻ അൽ അംബിയ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടത് അമ്പിയാക്കന്മാരാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നീട് അതിനോടടുത്ത ഈമാൻ കൊണ്ട് അതിനോടടുത്ത ആളുകൾ, പിന്നീട് അതിനോടടുത്ത ആളുകൾ. യുബ്തലന്നാസു അലാ ഖദ്രി ദീനിഹിം, ഓരോരുത്തരുടെയും ഈമാനിന്റെ കാഠിന്യത്തിനനുസരിച്ച്, ശക്തിക്കനുസരിച്ച് അവർ പരീക്ഷിക്കപ്പെടും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ചുള്ള ചരിത്രം അനുസ്മരിക്കുന്ന സമയത്താണ്, ഘട്ടത്തിലാണ്. മലയാളത്തിൽ അഗ്നി പരീക്ഷണം നേരിടുക എന്നൊരു പ്രയോഗമുണ്ട്. ആ അഗ്നി പരീക്ഷണം നേരിടുക എന്ന പ്രയോഗം ഒരുപക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരിട്ട പരീക്ഷണത്തിൽ നിന്ന് വന്നതായിരിക്കാം. ഒരു മനുഷ്യൻ ജീവിതത്തിൽ നേരിടുന്ന അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന വേദനകളിൽ ഏറ്റവും അസഹ്യമായ വേദന തീപ്പൊള്ളലേൽക്കുമ്പോഴാണ്, തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുമ്പോഴാണ്. അടിച്ചാലുണ്ടാവുന്ന മുറിവിനേക്കാളും വേദനയെക്കാളും അസഹ്യമായ അസ്വസ്ഥതയും വേദനയും പ്രയാസവും അനുഭവപ്പെടും തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുമ്പോഴാണ്. അങ്ങനെ ജീവിതത്തിൽ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതിൽ നിന്ന് വിജയിച്ച് കരകയറി വന്നവനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതുകൊണ്ടാണ് അഗ്നി പരീക്ഷണം എന്ന വാക്ക് വരാനുള്ള കാരണം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. ആ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ജനങ്ങൾ വിചാരിക്കുന്നുവോ അവരെ വെറുതെ വിട്ടേക്കുമെന്ന്? ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞു, നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു എന്നതുകൊണ്ട് ഒരു പരീക്ഷണവും നേരിടേണ്ടതില്ലാത്ത നിലക്ക് നിങ്ങൾ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലഖദ് ഫതന്ന الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. വലഖദ് ഫതന്ന الذين من قبلهم, അവർക്ക് മുമ്പുള്ളവരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്ന അല്ലാഹു الذين صدقوا, അവരെ കൂട്ടത്തിൽ സത്യവാന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയുന്നത് വരെ. വലയഅലമന്നൽ കാദിബീൻ, മനസ്സിൽ ഈമാനില്ലാതെ നാവുകൊണ്ട് മാത്രം മുഅ്മിനാണെന്ന് പറയുന്നവർ ആരൊക്കെയാണ്, കളവ് വ്യാജവാദികൾ ആരൊക്കെയാണ് എന്ന് അറിയുന്നത് വരെ പരീക്ഷിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോ ലോകത്ത് പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകന്മാരാരും ഞങ്ങൾ അള്ളാഹുവുമായി നേർക്കുനേരെ ബന്ധമുണ്ടായിട്ടും രാവും പകലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടും ത്യാഗം ചെയ്തിട്ടും പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടില്ല. തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ പ്രപഞ്ചത്തിന്റെ നാഥനേകനാണ്, സൃഷ്ടാവേകനാണ്, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് ഞാൻ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടത് എന്നറിയാവുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി ത്യാഗം സഹിച്ചിട്ട് പോലും എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ചിന്തിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്തിട്ട് പോലും ഞാൻ എന്റെ നാടും വീടും വിട്ടു പോകേണ്ടി വന്നല്ലോ, കുടുംബത്തെയും നാടിനെയും ഒക്കെ എല്ലാം വിട്ടൊഴിഞ്ഞ് ഞാൻ യാതനകൾ സഹിച്ചുകൊണ്ട് ദേശങ്ങൾ താണ്ടിക്കൊണ്ട് യാത്ര ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചിന്തിച്ചിട്ടില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അറിയാം, റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോ ഇവിടുത്തെ അക്രമങ്ങളും ക്രൂരതകളും കാട്ടിക്കൂട്ടിയ ആളുകൾക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുമെന്നും അവരിൽ നിന്ന് പീഡനങ്ങളും യാതനകളും നേരിടേണ്ടി വരുന്ന ഞങ്ങൾക്ക് അള്ളാഹു അത്യുന്നതമായ സ്ഥാനവും പദവിയും നൽകും, അതിന് റബ്ബ് നിശ്ചയിച്ച ഒരു നടപടിക്രമമാണ് ഇത് എന്ന് ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് അള്ളാഹുവിന്റെ നാമം ഈ പ്രപഞ്ചത്തിൽ അത്യുച്ചത്തിൽ ഉദ്ഘോഷിച്ചിട്ട് ഞാൻ പീഡനം നേരിടേണ്ടി വന്നല്ലോ, എനിക്ക് ഗതി വന്നല്ലോ എന്ന് വിശ്വാസികൾ പ്രവാചകന്മാർ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് 5 വക്ത് നിസ്കരിക്കുകയും അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എനിക്ക് പരീക്ഷണം നേരിടേണ്ടി വന്നല്ലോ എന്ന് ഒരാളും ചിന്തിക്കേണ്ടതില്ല. പരീക്ഷണത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാഇ, ഭൗതിക ലോകത്ത് നേരിടേണ്ടി വരുന്ന പരീക്ഷണത്തിന്റെ കാഠിന്യത്തിനനുസരിച്ചാണ് നാളെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അത്യുന്നതമായ സ്ഥാനവും പദവിയും. അത് ചിന്തിക്കുന്നവൻ പിന്നെ ഞാൻ നിസ്കരിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കാര്യം കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുമോ?
പരീക്ഷണത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. രണ്ടാമത്തെ ലക്ഷ്യം, ഈ ഒന്നാമത്തെ ലക്ഷ്യം അതാണ് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അള്ളാഹു ഏർപ്പെടുത്തിയ എല്ലാ പരീക്ഷണങ്ങളുടെ മുമ്പിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിജയിച്ചത്. ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്തിൽ അതാണല്ലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ചില ആജ്ഞാ നിർദ്ദേശങ്ങൾ കൊണ്ട് നാം പരീക്ഷിച്ചു. അതൊക്കെ അദ്ദേഹം പൂർത്തിയാക്കി. എന്നിട്ടോ അതാ എല്ലാ പരീക്ഷണങ്ങളെയും നേരിട്ട് കൊണ്ട് മുമ്പിൽ നിൽക്കാൻ താങ്കൾ യോഗ്യനാണ്. ലോകാവസാനം വരെ പ്രകീർത്തിക്കപ്പെടാൻ മാത്രം യോഗ്യത താങ്കൾ നേടിക്കഴിഞ്ഞു. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ജനവിഭാഗങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അനുസ്മരിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ അനുസരിക്കുന്നുണ്ട്, ജൂതന്മാർ അനുസ്മരിക്കുന്നുണ്ട്. അബ്രഹാം എന്ന വാക്കുപോലും, ബ്രാഹ്മണൻ എന്ന വാക്കുപോലും, ബ്രഹ്മാവ് എന്ന വാക്കുപോലും ഇബ്രാഹിം എന്നതിൽ നിന്ന് വന്നതാണെന്ന് ഹൈന്ദവർ വരെ പറയുന്നുണ്ട്. അപ്പൊ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ജനവിഭാഗങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അനുസ്മരിക്കുന്നു. അതിന് മാത്രം യാതനകൾ അനുഭവിച്ചുകൊണ്ട് അതൊക്കെ തരണം ചെയ്ത് വിജയിച്ചു വന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ എന്ന് റബ്ബ് വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അപ്പൊ ഒന്നാമത്തേത്, ഈ പരീക്ഷണങ്ങളിൽ അടങ്ങിയ ഒന്നാമത്തെ യുക്തി റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനവും പദവിയും നേടാൻ റബ്ബ് ഏർപ്പെടുത്തുന്നതാണ് പരീക്ഷണം എന്ന ബോധം പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, പരീക്ഷണങ്ങളിലെ രണ്ടാമത്തെ ലക്ഷ്യം മനുഷ്യനെ ശുദ്ധീകരിക്കുക, എല്ലാ തെറ്റുകളിൽ നിന്നും ശുദ്ധീകരിക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, ഒരു അടിമക്ക് അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബ ഫിദ് ദുനിയ, ദുനിയാവിൽ തന്നെ അല്ലാഹു അവനെ ശിക്ഷ കൊടുക്കും. വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, ഒരടിമക്ക് അല്ലാഹു ഷർറ് ഉദ്ദേശിച്ചാൽ, ശിക്ഷയും പരീക്ഷണവും ഉദ്ദേശിച്ചാൽ അംസക അൻഹു ബിദംബിഹി, അവന്റെ എല്ലാ തെറ്റുകളിലും അവൻ അങ്ങനെ അഴിച്ചുവിടും. ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമ, പൂർണ്ണമായ ശിക്ഷ പരലോകത്ത് കൊടുക്കും. അപ്പൊ പരീക്ഷണം വന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്, പരീക്ഷണം വന്നാലല്ല. അള്ളാഹു പരീക്ഷണം ഏർപ്പെടുത്തുന്നത് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ വേണ്ടിയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും ഒക്കെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി വ വലദിഹി, അവന്റെ ശരീരത്തിലും അവന്റെ സമ്പത്തിലുമെല്ലാം. മാലിഹി, അവന്റെ സന്താനങ്ങളിലും. ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി, അവന്റെ ശരീരത്തിൽ, അവന്റെ സന്താനങ്ങളിൽ, അവന്റെ സമ്പത്തിലൊക്കെ. ഹത്താ യൽഖല്ലാഹു തആല, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. വമാ അലൈഹി ഖത്തിയത്തുൻ, ആ സമയത്ത് ഒരു പാപവും അവൽ അവശേഷിക്കുകയില്ല. അപസ്മാര രോഗിയായ ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു, റസൂലേ, ഞാൻ അപസ്മാര രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നിനക്ക് രോഗവും മാറും. പക്ഷേ നീ അത് ക്ഷമിക്കുകയാണെങ്കിൽ ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞു വീഴുന്ന രൂപത്തിൽ നിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, എന്നാ റസൂലെ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, പ്രാർത്ഥിക്കേണ്ടതില്ല. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, റസൂലെ, അപസ്മാര രോഗം വന്ന് കൈകാലുകളിട്ടടിച്ച് എന്റെ ഔറത്തുകളൊക്കെ വെളിവായി പോകുന്നുണ്ട്, അതില്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആ അവസ്ഥ ഇല്ലാതെയായി. ഈ ഹദീസിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്, ഈ ചരിത്ര സംഭവത്തിൽ എന്താ മനസ്സിലാകുന്നത് അറിയോ? നമ്മൾ പ്രാർത്ഥിക്കേണ്ടതില്ല എന്നല്ല, പ്രാർത്ഥിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ചില രോഗങ്ങളൊക്കെ അങ്ങനെ തന്നെ അള്ളാഹു നിലനിർത്തും. അതിന്റെ പിന്നിൽ അള്ളാഹുവിന് അതിമഹത്തായ ഒരു യുക്തി ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാ. പ്രാർത്ഥിക്കേണ്ടതില്ല എന്നല്ല, നമ്മൾ ഓരോ സമയത്തും ആത്മാർത്ഥമായി കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ റബ്ബിന്റെ അടുക്കൽ ഇബാദത്തായി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. ഇബാദത്തായിട്ട് രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഭൗതിക ലോകത്ത് പ്രാർത്ഥിച്ച കാര്യം പെട്ടെന്ന് കിട്ടാത്തത് അള്ളാഹു ഇത്തരത്തിലുള്ള ഒരു ഹിക്മത്ത് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. എല്ലാ പാപങ്ങളും അവന്റെ പൊറുക്കപ്പെടണമെന്ന എല്ലാം ദുനിയാവിൽ തന്നെ തീരണം, ആഖിറത്തിലേക്ക് ഒന്നും ബാക്കിയില്ല എന്നുള്ള നിലക്കാവാൻ വേണ്ടിയാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാല്, ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കേണ്ടതില്ല. എത്ര പ്രാർത്ഥിച്ചാലും ചില രോഗമൊക്കെ അങ്ങനെ തന്നെ അള്ളാഹു നിലനിർത്തുന്നത് കാണാം.
ചില ആസ്മ രോഗികളൊക്കെ, അവസ്മാര രോഗികളൊക്കെ അങ്ങനെ തുടർന്ന് കാണാം. എത്ര പ്രാർത്ഥിച്ചാലും, ആരൊക്കെ പ്രാർത്ഥിച്ചാലും അങ്ങനെ. അപ്പൊ നമ്മൾ നിരാശരാവരുത്. അള്ളാഹു അതിന്റെ പിന്നിൽ അതിമഹത്തായ യുക്തി ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ ഇത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഓരോ വിശ്വാസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾക്കൊരു പരീക്ഷണം വന്നാൽ, ഒരു രോഗമോ പരീക്ഷണമോ വന്നാല് അത് അവൻ ചെയ്ത തെറ്റുകളുടെ കാരണമാണ്, അനുഭവിക്കട്ടെ അവൻ എന്ന് ഒരാൾ ചിന്തിച്ചാൽ യാതൊരു സംശയവും ഇല്ല, ആ ചിന്തിക്കുന്നവനും അത് വന്നിട്ടുണ്ടാവും. ഒരു സംശയവും ഇല്ല. അത് പറയുന്നവനും അത് വന്നിട്ടുണ്ടാവും. അതവന് കിട്ടേണ്ടതാണ്, അത് അവൻ അർഹിക്കുന്നതാണ്. ഒരു കുട്ടി മരണപ്പെട്ടു പോയി, അതല്ലെങ്കിൽ ഒരു വലിയ വിപത്തുണ്ടായി, ഒരു പരീക്ഷണം ഉണ്ടായി, അത് അവന് കിട്ടേണ്ടതാണ്, ആ ജാതിയാണെന്ന് നമ്മൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്കും വരും എന്നാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് പറയുന്നവനും വരും, ഒരു സംശയമില്ല, ആ പരീക്ഷണം നമുക്കും വരും. നേരെ മറിച്ച് വിശ്വാസികൾ എന്താ അള്ളാഹ് പറയുന്നതെന്ന് അറിയോ? ആർക്ക് എന്ത് രോഗവും പരീക്ഷണവും വന്നാലും നമ്മൾ റബ്ബ് അവർക്ക് ഏർപ്പെടുത്തിയ പരീക്ഷണം, നമ്മോട് ഏൽപ്പിച്ച ബാധ്യത അവരെ സന്ദർശിക്കുക, അവരോട് നല്ല വാക്കുകൾ പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മെ വിശ്വാസികളെ ഏൽപ്പിച്ചത്. ആർക്ക് എന്ത് രോഗം വന്നാലും പരീക്ഷണം വന്നാലും വിശ്വാസികൾ ചിന്തിക്കേണ്ടതാണ്, അത് റബ്ബ് ഏർപ്പെടുത്തിയ പരീക്ഷണമാണ്. അത് പരീക്ഷണമാണോ, അവന് സ്ഥാനവും പദവിയും നൽകാൻ വേണ്ടിയുള്ള പരീക്ഷണമാണോ, അതല്ല അള്ളാഹു തൽക്കാലം ദുനിയാവിൽ ഏർപ്പെടുത്തിയ ശിക്ഷയാണോ? ഇത് നമുക്ക് വഹി മുഖേന അറിയിച്ചു തന്നിട്ടില്ലാത്തത് കൊണ്ട് ഓരോ മുഅ്മിനും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ആർക്ക് എന്ത് പരീക്ഷണവും പ്രയാസവും വന്നാലും അവരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് അവരോട് ആശ്വാസവാക്കുകൾ പറയാ, അവർക്ക് പാപമോചനത്തിന് വേണ്ടിയും ഈ പ്രയാസം നീങ്ങി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് മുഅ്മിനുകളുടെ ബാധ്യത. അല്ലാതെ ഒരിക്കലും അവൻ അനുഭവിക്കട്ടെ, അവൻ ചെയ്തതിന്റെ ഫലമാണ് എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ നമുക്കും അത് വരും എന്ന് ഹദീസുകൾ കൃത്യമായി വന്നത് കാണാൻ കഴിയും. അള്ളാഹു മറ്റൊരാൾക്ക് വന്ന പരീക്ഷണത്തിന്റെ പേരിൽ അത് അവൻ അനുഭവിക്കേണ്ടവനാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് അവനെയും അള്ളാഹു അനുഭവിപ്പിക്കും എന്ന രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ പരീക്ഷണത്തിന്റെ ഒന്നാമത്തെ യുക്തി അള്ളാഹു ഉന്നതമായ സ്ഥാനവും പദവിയും നൽകാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ യുക്തി ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ വേണ്ടിയാണ്. അപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ പരീക്ഷണം വരുമ്പോ, രോഗം വരുമ്പോ, മറ്റു പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മൾ എന്ത് ചിന്തിക്കണം? എനിക്ക് ഒരു പരീക്ഷണം വന്നാൽ, ഒരു രോഗം വന്നാൽ ഞാൻ ചിന്തിക്കണം എന്ത്? അത് ഞാൻ അള്ളാഹുവിൽ നിന്ന് അകന്നത് കൊണ്ടാണോ അള്ളാഹു ഇങ്ങനെ എനിക്ക് പരീക്ഷണം ഏർപ്പെടുത്തിയത് എന്ന് ചിന്തിച്ചുകൊണ്ട് ധാരാളമായി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കത്ത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. മറ്റൊരാൾക്ക് രോഗം വന്നാൽ അങ്ങനെ വിധി എഴുതാൻ നമുക്ക് പാടില്ല. നമുക്ക് സ്വയം ചിന്തിക്കാം. ഒരു രോഗം വന്നാൽ, ഒരു പരീക്ഷണം വന്നാൽ അത് എനിക്ക് അള്ളാഹു ഏർപ്പെടുത്തിയതാണോ, അള്ളാഹു ഏർപ്പെടുത്തിയ ശിക്ഷയാണോ? ഞാൻ കൂടുതൽ അള്ളാഹുവിലെ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം. മറ്റൊരാളുടെ കാര്യത്തെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അത് മതത്തിന്റെ കൃത്യമായ നിർദ്ദേശമാണ് എന്ന് പ്രത്യേകമായി ഓരോരുത്തരും ഓർമ്മിക്കാം. അപ്പൊ രണ്ട് ലക്ഷ്യങ്ങൾ, അള്ളാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു. മൂന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഖുർആൻ കൃത്യമായി പറയുന്നതാ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്നാണ്. എല്ലാ മനുഷ്യരെയും നാം ദുനിയാവിൽ പ്രയാസത്തിലായിക്കൊണ്ട്, ക്ലേശത്തിലായിക്കൊണ്ടാ സൃഷ്ടിച്ചെന്ന. ഈ ദുനിയാവില് പരീക്ഷണവും പ്രയാസവും അനുഭവിക്കേണ്ടതില്ല വരാത്ത ഒരൊറ്റ മനുഷ്യനില്ല. അത് നമ്മൾ സാധാരണ വിരലിനനുസരിച്ചാണ് വീക്കം എന്ന് പറയുന്ന രൂപത്തില് ഓരോരുത്തർക്കും അനുസരിച്ചുള്ള പരീക്ഷണങ്ങൾ ഓരോരുത്തർക്ക് വന്നുകൊണ്ടിരിക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ദുനിയാവ് എന്നെന്നും സുഖിച്ച് ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു ശാശ്വത സുഖലോകമല്ല എന്ന ബോധം ഓരോ മനുഷ്യനും ഉണ്ടാവാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള പരീക്ഷണം ഭൗതിക ജീവിതത്തിൽ അള്ളാഹു ഏർപ്പെടുത്തിയത്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ദുനിയാവിൽ സ്വർഗീയ സുഖം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി അല്ല ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ഇബാദത്ത് എടുത്ത് ജീവിക്കാൻ, നിങ്ങൾക്ക് കണക്കാക്കിയ ആയുഷ്കാലം അത്രയും എനിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് എനിക്ക് ഇബാദത്ത് എടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന ബോധം മനുഷ്യർക്ക് ഉണ്ടാവാൻ വേണ്ടി. ആ ബോധം മനുഷ്യരിൽ നിന്ന് ഇല്ലാതെയാകുമ്പോ ആ ബോധം ഉണ്ടാവുന്നത് വരെ അള്ളാഹു പല പരീക്ഷണങ്ങൾ മാറ്റി മാറ്റി കൊടുത്തോണ്ടിരിക്കും. അള്ളാഹു ദുനിയാവിൽ ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ. അപ്പൊ നമ്മളും ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങളും ദുനിയാവിലുള്ള അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് അള്ളാഹു എനിക്ക് ജീവിതം തന്നത് അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് എന്ന ലക്ഷ്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അത് മറന്നു പോകുമ്പോൾ അള്ളാഹു പരീക്ഷണങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു പരീക്ഷണങ്ങളെ പറ്റി 3 ലക്ഷ്യങ്ങളാണ് വളരെ കൃത്യമായിട്ട്
ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. ഇപ്പൊ രോഗം മാറാൻ വേണ്ടി, അതല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി, അതല്ലെങ്കിൽ പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് അള്ളാഹു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, തുടക്കത്തിൽ പറഞ്ഞില്ല, അള്ളാഹു നഊദുബില്ലാ, ആ വാക്ക് പറയാൻ പാടില്ല, അള്ളാഹു പൊട്ടനാണോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ പോലും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഇബാദത്തായിട്ട് പ്രതിഫലാർഹമായി രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ദുനിയാവിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല? അത് അള്ളാഹ്ക്ക് ഒരു നടപടിക്രമമുണ്ട്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ രോഗിയായ എത്ര പ്രായമുള്ള മനുഷ്യനാണെങ്കിലും എന്താ പ്രാർത്ഥിക്കുക? ഞാൻ മരിക്കട്ടെ എന്നാരെങ്കിലും പ്രാർത്ഥിക്കോ? ഇല്ല, എല്ലാരും പ്രാർത്ഥിക്കുക എന്താ? പടച്ചോനെ ആരോഗ്യം തരണേ, ആയുസ് തരണേ. പക്ഷെ ആരും ഇവിടെ ദുനിയാവിൽ അങ്ങനെ പ്രാർത്ഥിച്ച് ശാശ്വതരായിട്ടില്ലല്ലോ. എല്ലാവരെയും സമയമാകുമ്പോ അള്ളാഹു പിടിച്ചിട്ടില്ലേ? ഉണ്ട്. അവ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതോ? പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഇബാദത്ത് എന്നുള്ളവർക്ക് പറഞ്ഞതാ. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ അള്ളാഹു അങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. ഇവിടെ ജനനവും മരണവും ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് അള്ളാഹുവിന്റെ ഖളാ ആണ്. ആ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നടക്കും. എന്നാലും എത്ര പ്രായമായാലും നമ്മൾ പ്രാർത്ഥിക്കണം. അത് ഇബാദത്താണ്. അത് സ്വീകരിക്കണോ വേണ്ടേ? അവന് ഹൈറാണെങ്കിൽ അള്ളാഹു പെട്ടെന്ന് ദുനിയാവിൽ തന്നെ കൊടുക്കും, ഹൈർ അല്ലെങ്കിൽ അള്ളാഹു ആഖിറത്തിൽ നിന്ന് നൽകും. അപ്പൊ നമ്മള് കുട്ടികൾ ചിന്തിക്കേണ്ടത് അറിയോ? കുട്ടികൾ ഇപ്പൊ എല്ലാവരും A+ കാണുമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും A+ വാങ്ങിയിട്ട് എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയറായ അവിടെ മറ്റു കാര്യങ്ങളൊന്നും നിർവഹിക്കപ്പെടേണ്ടതില്ലേ? അപ്പൊ അള്ളാഹുവിന് ഒരു ഖളാ ഉണ്ടാവും, ഒരു നടപടിക്രമം ഉണ്ടാവും. എല്ലാരും ഡോക്ടർമാരാവൂല, എല്ലാരും എഞ്ചിനീയർമാരാവൂല. നോക്കൂ നിങ്ങൾ, ഇവിടെ ഇപ്പൊ ഈ വയലിൽ കൊത്താൻ പോകുന്ന ആളുകൾ ആരെങ്കിലും അവർക്ക് താല്പര്യം ഉണ്ടായിട്ടാണോ അവർ കൊത്താൻ പോകുന്നത്? ഇല്ല, ജീവിക്കണ്ടേ എന്നുള്ള ആൾക്കാർ. അതുപോലെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർ ഈ നട്ടപ്പാതിരൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവര് വലിയ താല്പര്യത്തോടുകൂടി ചെയ്യുന്നതാണോ? അല്ല, ജീവിക്കണ്ടേ എന്നുള്ള ആൾക്കാണ്. ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കേണ്ടതില്ലേ? എന്റെ ആൾക്കാർക്ക് ആവശ്യം, വയലിൽ കൊത്തേണ്ടതില്ലേ? അതിന് ആള് വേണ്ടേ? ഇതൊക്കെ റബ്ബിന്റെ നടപടിക്രമമാണ്. അവിടെയാണ് റബ്ബിന്റെ വിധിക്ക് നീ കീഴൊതുങ്ങുക. അള്ളാഹു എന്താണോ തീരുമാനം, നമ്മൾ ഓരോരുത്തരും എന്തായി തീരണമെന്നും ദുനിയാവിൽ നമുക്കുള്ള ദൗത്യം എന്താണ് എന്നും അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തും. എന്നിട്ട് എവിടെയാണോ നമ്മൾ എത്തിയത് അതിൽ അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ട്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി കാണിച്ചുകൊണ്ട്, അള്ളാഹു നൽകിയിട്ടില്ലാത്ത കാര്യങ്ങളിൽ തൃപ്തിപ്പെടുക. അപ്പൊ നമുക്ക് അള്ളാഹു കാഴ്ച നൽകി, കേൾവി നൽകി, സംസാരശേഷി നൽകി, അനുഗ്രഹം നൽകി, പരീക്ഷ എഴുതാനുള്ള കഴിവ് നൽകി, ഇതൊക്കെ നൽകി ആ അള്ളാഹു നൽകിയ വിജയത്തിൽ തൃപ്തിപ്പെടുക. ഇനി പരാജയപ്പെട്ടെങ്കിൽ വീണ്ടും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. ഈ ദുനിയാവ് ഇങ്ങനെയൊക്കെയാണ് നിലനിൽക്കേണ്ടത്. റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഫസ്ബിർ ലി ഹുക്മി റബ്ബിക. ദുനിയാവിൽ റബ്ബ് നിനക്ക് എന്താണോ വിധിച്ചത് അതിൽ നീ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് പോവുക. എന്നിട്ട് ഖുർആൻ പറയുന്ന ഒരായത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, പിന്നെ അള്ളാഹുവിന്റെ റഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടം അത് ഡോക്ടറേറ്റ് അല്ല, ഡോക്ടർ ആവുക എന്നുള്ളതല്ല, എഞ്ചിനീയർ ആവുക എന്നുള്ളതല്ല, കലക്ടർ ആവുക എന്നുള്ളതല്ല. എന്താണ്? വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. പറമ്പിൽ കളക്കുന്നവനാണെങ്കിലും ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാണെങ്കിലും ചെരുപ്പ് കുത്തുന്നവനാണെങ്കിലും വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. റബ്ബിന്റെ റഹ്മത്ത്, തൃപ്തി, കാരുണ്യം നിങ്ങൾക്ക് നേടാൻ സാധിച്ചോ അതാണ് ദുനിയാവിൽ വെച്ച് നിങ്ങൾ നേടുന്ന നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുക, അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക, ഇതാണ് ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അഗ്നി പരീക്ഷണം നേരിട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ പരീക്ഷണത്തിൽ വിജയിച്ചത്. നാടും വീടും വിട്ട് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, ഇങ്ങനെ ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക്, സിറിയയിലേക്ക്, ഇങ്ങനെ മാറി മാറി വിട്ടു പോകേണ്ടി വരികയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അവിടെയൊക്കെ ഒരുപാട് പരീക്ഷണം. ഇന്നത്തെ പോലെ അല്ല യാത്ര. നിങ്ങൾക്കറിയാം അല്ല ആ കാലഘട്ടത്തിലുള്ള യാത്രയുടെ അവസ്ഥ, 3000-4000 കൊല്ലം മുമ്പെയുള്ള യാത്രയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. റസൂലുള്ള ആ ഹിറാഖൊന്നും ജബന്നൂറൊക്കെ കയറിയ രംഗമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ എത്ര കഷ്ടപ്പാടുകളാണ് അവരൊക്കെ സഹിച്ചത്. എന്നിട്ടും അവർക്കാർക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പരാതിയല്ല. കാരണം എന്താണ്? റഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. ആ ബോധമുള്ളവരായിരുന്നു അവരൊക്കെ. അങ്ങനെ ബോധത്തോടു കൂടി ആയിരിക്കണം അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിക്കണം എന്ന് എന്റെ നിങ്ങൾ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീൻ റഹ്മത്തൽ ലിൽ ആലമീൻ
وعلى آله وصحبه وعلى جميع الأنبياء والمرسلين والتابعين لهم بإحسان إلى يوم الدين. اتقوا الله يا عباد الله. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുമൊക്കെ പവിത്ര മാസങ്ങളിൽ എണ്ണിയിട്ടുള്ള മാസമാണ് ദുൽഹിജ്ജ മാസം. ദുൽഹജ്ജ് എന്നും പറയാറുണ്ട്, ദുൽഹിജ്ജ എന്നും രണ്ടും പറയാം. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് റമളാനിന്റെ അവസാനത്തെ 10 ദിനങ്ങൾ രാത്രികളുണ്ട്. എന്നാൽ പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ വൽ ഫജ്ർ, പ്രഭാതം കൊണ്ട് തന്നെ സത്യം, വലയാലിൻ അശ്ർ, 10 ദിനങ്ങൾ കൊണ്ട് തന്നെ സത്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളെ കുറിച്ചാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ 10 ദിനങ്ങളെക്കാൾ അമലു സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു ദിനങ്ങളുമില്ല. അവര് സഹാബികൾ ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും ഇല്ലേ റസൂലെ? ജിഹാദ് അതിനേക്കാൾ ശ്രേഷ്ഠല്ലേ ഈ 10 ദിനങ്ങളുടെ കർമ്മങ്ങളെക്കാൾ? കാല, റസൂൽ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, ജിഹാദും അതിനേക്കാൾ ശ്രേഷ്ഠമല്ല. ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യനൊഴികെ, ഖറജ ബിനഫ്സിഹി വ മാലിഹി, അവന്റെ ശരീരവും സമ്പത്തുമായിട്ട് അവൻ ജിഹാദിന് പുറപ്പെട്ടു, സുമ്മലം യർജി മിൻ ദാലിക ബിശൈ, പിന്നീട് അതുമായി ഒന്നുമായി തിരിച്ചു പോകുന്നില്ല, അങ്ങനെ അവിടെ ഷഹീദായി. അവനൊഴികെ ബാക്കിയുള്ള ഒരു കർമ്മത്തിനും അത്ര മഹത്വമുള്ളതല്ല, ഈ 10 ദിനങ്ങളുടെ കർമ്മങ്ങളുടെ അത്ര മഹത്വം ഇല്ല എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളുടെ കർമ്മങ്ങൾക്ക് അങ്ങേയറ്റത്തെ ശ്രേഷ്ഠതയുണ്ട് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വളരെ കൃത്യമായി ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ പഠിപ്പിച്ചിരാം. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടുന്ന ദിനങ്ങളാണ്. ഖുർആൻ പാരായണം, സിക്റുകള്, സ്വലാത്തുകള്, സദഖകള്, പ്രാർത്ഥനകൾ തുടങ്ങി സുന്നത്ത് നമസ്കാരങ്ങള്, സുന്നത്ത് നോമ്പുകൾ, ഇതൊക്കെ ഇങ്ങനെ പുണ്യകർമ്മമായി കരുതുന്ന എല്ലാ കാര്യങ്ങളും ദുൽഹിജ്ജ 10 നോമ്പ് നോക്ക് ഹറാമാണ്, പെരുന്നാൾ ദിവസമാണ്. അതല്ലാത്ത 9 ദിവസങ്ങളിൽ ഏത് ദിവസവും നമുക്ക് സുന്നത്ത് നോമ്പുകൾ നോക്കാവുന്നതാണ്. അതുപോലെ സുന്നത്ത് ദീനില് സ്ഥിരപ്പെട്ട ധാരാളം സുന്നത്തുകൾ ഉണ്ടല്ലോ, തഹിയ്യത്തും റവാത്തിബുമായി ഒക്കെ ആയിക്കൊണ്ട്. അങ്ങനെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, ദിക്റുകളും പ്രാർത്ഥനകളും എല്ലാം സൽക്കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഈ 10 ദിനങ്ങളിൽ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ബലികർമ്മത്തിൽ, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഗൗരവത്തിൽ ആ വിഷയം ഉണർത്തിയിട്ടുണ്ട്. സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് ബലികർമ്മം നിർവഹിക്കാത്തവൻ എൻ്റെ മുസല്ലയിലേക്ക് വരാതിരിക്കട്ടെ എന്ന് വരെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് അതിൽ ഭാഗവാക്കാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മഹലിന്റെ കാര്യമായി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അതിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ബലികർമ്മത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇന്നോ നാളെയായിട്ട് മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളെ പെട്ടെന്ന് വിവരം അറിയിക്കാം. പൈസ നമുക്ക് ഒരാഴ്ചയുണ്ടല്ലോ, അല്ലെങ്കിൽ 60 നടത്തുന്ന മുമ്പേ സൗകര്യപ്പെടുന്നതനുസരിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് ഈ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിവരം അറിയിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവെ യഖീനായ ഈമാൻ ലഭിക്കാൻ ആവശ്യമായ അറിവും ജീവിതാനുഭവങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അന്ത്യദിനത്തിന്റെ ഫിത്നകൾ, ആളുകൾ ദീനിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഈമാൻ കിട്ടിയ ശേഷം കുഫറിലേക്ക് പോവുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യമാണ്. അത്തരത്തിലുള്ള ദൗർഭാഗ്യത്തിൽ ഞങ്ങൾ നീ അകപ്പെടുത്തരുത് റഹ്മാനെ. ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളേവരെയും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ, വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ, അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും
നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. കാരുണ്യവാനായ റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും ഒക്കെ നീ റഹ്മത്തും ബർക്കത്തും നൽകണം റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.